ദൈവം ആൻസർ എങ്ങനെ കൊടുത്തു? ഏത് പ്രാർത്ഥനയ്ക്ക് ആൻസർ കൊടുത്തത്? പ്രാർത്ഥനയുടെ ആരംഭം എന്തായിരുന്നു? അവന് ചരിത്രം അറിയാമായിരുന്നുവോ? നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ, അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനെ കുറിച്ചുള്ള നല്ലൊരു അറിവ് അവനുണ്ടായിരുന്നുവോ? അതിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാകാൻ വേണ്ടി ആരെ കുറിച്ച് പ്രാർത്ഥിക്കണം? ആരെ ദൈവം തൊടണം? ഉപദ്രവിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ശൗലിനെ തൊടണം. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അവൻ ഏറ്റവും വലിയൊരു സുവിശേഷകനായി കടന്നു വരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു യൂദായെ നിങ്ങളോട് കാണുന്നുണ്ടോ? അവന് ഒരേ ഒരു ഗുണമുള്ളൂ, നേർവീതിയിലാണ് താമസിക്കുന്നത്. നമ്മൾ സങ്കീർത്തനത്തിൽ വായിച്ചത്, നിന്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ യഹോവ കേൾക്കില്ലായിരുന്നു, എന്നാൽ ദൈവം എന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ ഇവിടെ നാം കാണുന്നു, യൂദ സിൻസിയറായിട്ട് പ്രാർത്ഥിച്ചത് വിശ്വസിച്ചോ? അവരൊരു ചെറിയ ബിസിനസ്സുകാരനാണ്, എങ്കിൽ പോലും ശൗലിന്റെ എല്ലാ നീക്കങ്ങളും രഹസ്യമായി കണ്ടുപിടിച്ച് അതിനോട് കൂടെ കടന്നു ചെല്ലുന്ന ഒരു പ്രാർത്ഥനയും ഒരറിവും അവന് വിശ്വാസം ഉണ്ടായിരുന്നുവോ? ദൈവം തൊടുവാൻ പോകിയ ശൗലിനെ ദൈവം സുവിശേഷത്തിന് ഏറ്റവും നല്ല ഒരു തൂണാക്കി ശൗലിനെ മാറ്റുവാൻ പോകുക. അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. വിശ്വാസം ഉണ്ടായിരുന്നോ? വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ടാണല്ലോ ഇവൻ പോയ വഴിയെ ഇവന് പോയത്. അവൻ കുതിരപ്പുറത്ത് നിന്ന് വീണു, കണ്ണു കാണാത്തവനായി കിടന്നപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും ഓടി ഒളിച്ചപ്പോൾ അവനെ കോരിയെടുത്തുകൊണ്ട് വന്നില്ലേ സ്വന്തം വീട്ടിലേക്ക്? പ്രാർത്ഥിക്കുന്നത് വിശ്വസിക്കുന്ന ഒരുവനായി നമ്മളെല്ലാവരും തീർക്കപ്പെടണം. അതുകൊണ്ട് വെറുതെ പൊട്ടക്കണ്ണന്റെ മാവേലേറ് പോലെ എറിയുന്ന ഒന്നല്ല പ്രാർത്ഥന. ദൈവവചനപ്രകാരം ദൈവത്തെ അറിഞ്ഞുകൊണ്ട് ഉന്നതകരമായ ദൈവിക ജ്ഞാനം മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയും തന്നെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം താൻ എപ്പോഴും അവൈലബിൾ ആയിട്ട് ദൈവസന്നിധിയിൽ ആയിരിക്കുകയും അതിന് മാനസികമായി ചെയ്യേണ്ടതെല്ലാം ചെയ്യുകയും. അപ്പൊ അവന്റെ പ്രാർത്ഥന എന്തായിരുന്നു? വേറൊരു പ്രാർത്ഥന നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഒരിക്കൽ ഞാൻ പറഞ്ഞത് വീണ്ടും പറയട്ടെ. അനന്യാസിന്റെ പ്രാർത്ഥന എന്തായിരുന്നു? യൂദായുടെ പ്രാർത്ഥന സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയായിരുന്നു. ആ സ്റ്റേജിൽ നിന്ന് ഒത്തിരി വളർന്നു കഴിഞ്ഞ ഒരു പ്രാർത്ഥനയാണ്. ദൈവഹിതപ്രകാരം എന്നെ സമർപ്പിച്ചു കഴിഞ്ഞാൽ എന്റെ സംരക്ഷണം ദൈവത്തിന്റെ ഉത്തരവാദിത്വമാണെന്ന് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരായി പ്രാർത്ഥിക്കണം. അടുത്ത സ്റ്റേജിലേക്ക്, നെക്സ്റ്റ് ലെവൽ ഓഫ് പ്രയർ ലൈഫ്. ദൈവത്തിന്റെ ഹിതപ്രകാരം എന്നെ സമർപ്പിച്ചു കഴിഞ്ഞാൽ എന്റെ സംരക്ഷണം, എന്റെ ആവശ്യങ്ങൾ, ഇതെല്ലാം ദൈവത്തിന്റെ ഉത്തരവാദിത്വമാണെന്നും ദൈവം അത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാൻ ചെയ്യുന്നതിനേക്കാൾ നല്ലവണ്ണം ദൈവം എന്നെ സൂക്ഷിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഹിതം പ്രവർത്തിച്ചെടുക്കുവാൻ എന്നെ സമർപ്പിക്കുകയും അതിന് ഇറങ്ങിത്തിരിക്കുകയും ചെയ്താൽ ദൈവം കൈവിടത്തില്ല. നീ വെള്ളത്തിൽ കൂടെ കടക്കും, പക്ഷെ വെള്ളം നിന്നെ കഴിയില്ല. നീ തീയിൽ ചവിട്ടും, തീയിൽ കൂടെ നടക്കും, അത് ഞാൻ വെക്കത്തില്ല. ഇപ്പോഴും യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട.
ഈ പക്വതയും ഈ സമർപ്പണവും ഈ ഉന്നതകരമായിട്ടുള്ള അറിവും നെക്സ്റ്റ് ലെവലിലേക്കുള്ള ഒരു വലിയ 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 അറിവും പ്രാർത്ഥനയും കോൺഫിഡൻസും അന്വേഷണമുണ്ടായിരുന്നു. അനന്യാസ് ഫസ്റ്റ് ലെവൽ ഓഫ് ദൈവനെ കൈവിട്ടില്ല. അവന്റെ ആ അറിവിൽ നിന്ന് വളരെ വന്നപ്പോൾ അവന് പുതിയ ഒരു അനുഭവത്തെ കൊടുക്കുകയും ചെയ്തു. അനന്യാസിന് ദൈവം കൊടുത്ത ഒരു 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 ദർശനം ശൗലിനെ കുറിച്ച് കൊടുത്തു. എപ്പോഴാ യൂദ ശൗലിനെ കൊണ്ടുപോയി സംരക്ഷിച്ച് വളർത്തിയെടുത്തുകൊണ്ടിരുന്നപ്പോൾ അതാ അനന്യാസിന്റെ പ്രാർത്ഥന, യൂദായുടെ പ്രാർത്ഥന. പിന്നെ വേറൊന്ന്, യൂദായുടെ വേറൊരു പ്രാർത്ഥനയുടെ ഉത്തരം എന്നാന്ന് ചോദിച്ചാൽ, ദൈവത്തെ കുറിച്ചുള്ള സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള അറിവിൽ വളർത്തിയെടുക്കാത്ത സത്യങ്ങൾ, ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങൾ യേശുവിൽ അവന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ കോണം യൂദ പ്രാർത്ഥിച്ചു. എന്നിട്ട് യൂദായുടെ പ്രാർത്ഥനയും ഗൈഡൻസും ഏറ്റെടുത്ത് സൗല് ദർശനം പ്രാപിച്ചു. അനന്യാസ് എന്നൊരുവൻ കടന്നു വരുന്നതും തന്റെ തലമേൽ കൈവയ്ക്കുന്നതും, സൗലേ സഹോദര, ഡെമസ്കോസിന്റെ പടിവാതിൽക്ക് വെച്ച് നിന്നെ കണ്ടുമുട്ടിയ യേശു നിനക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു തരുവാൻ, നീ തെറ്റായ നിലയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നിന്റെ അനുഗ്രഹത്തെ നേർവഴിയിൽ ഉപയോഗിക്കുവാൻ തക്കവണ്ണം, നിനക്ക് ശരിയായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടാകുവാൻ തക്കവണ്ണം എന്നെ ഈ യേശു അയച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം, യേശു കഴിഞ്ഞാൽ ഏറ്റവും ശക്തനായിട്ടുള്ള മിഷണറി ആയിരുന്നു പൗലോസ്. പൗലോസിന് ശരിക്കുള്ള ആത്മീക വളർച്ചയും ദർശനവും ഉണ്ടാക്കിയെടുക്കപ്പെടുവാൻ തക്കവണ്ണം പ്രാർത്ഥിച്ച ഒരു യൂദായെ നിങ്ങൾ കാണുന്നുണ്ടോ? ഇടുങ്ങിയ ചിന്താഗതി ഉണ്ടായിരുന്ന, ഏറ്റവും നല്ല രീതിയിൽ ബൈബിളൊക്കെ പഠിച്ച് ഏറ്റവും നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരുന്ന, ഇടുങ്ങിയ ചിന്താഗതി ഉണ്ടായിരുന്ന ശൗലിന് അല്ലെങ്കിൽ പൗലോസിന് ഒരു വിശാലതയിലേക്ക്, ആത്മീക കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം പ്രാർത്ഥന, ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച ഒരു യൂദായെ കാണുന്നുണ്ട്. ഒമ്പതാമത്തെ അധ്യായത്തിൽ ഇതൊക്കെ കാണുന്നത്. 10ാമത്തെ അധ്യായത്തിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ, സുവിശേഷ പ്രവർത്തനത്തിന് പരിപൂർണമായി സമർപ്പിച്ചു. ശിമയോൻ അല്ലെങ്കിൽ സൈമൺ, തോൽക്കാരനായിട്ടുള്ള സൈമൺ, പത്രോസിനും സുവിശേഷ പ്രവർത്തനം ശക്തമായി ചെയ്യുവാൻ തക്കവണ്ണം ഒരു വീട് പ്രൊവൈഡ് ചെയ്തു. സാമ്പത്തികമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും, ഭക്ഷണം തന്റെ വൈഫ് ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ സുവിശേഷ പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പത്രോസിന് വിശന്നു. ഓടിച്ചെന്ന് ശിമയോന്റെ വീട്ടിൽ ചെന്നപ്പോ ചോറൊന്നും ആയിട്ടില്ല. ദേഷ്യം പിടിച്ചാ പോയെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ അല്പം ഒരു നീരസത്തോടുകൂടെ പറയാൻ എന്തെങ്കിലും പറ്റുമോ? രണ്ടാമത്തെ വേളയിലേക്ക് കടന്നു ചെന്നു.
അവിടെ പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിച്ചോ? ഇല്ല, കിടന്നുറങ്ങി. ഉറക്കത്തിൽ ദൈവം അവന് ഒരു ദർശനം കൊടുത്തു. അപ്പൊ ശാരീരികമായിട്ടുള്ള വിശപ്പ്, പുതുതായിട്ടുള്ള ദർശനം പ്രാപിക്കുവാൻ മുഖാന്തരമാക്കി എടുത്തോ എന്ന് ചോദിച്ചാൽ, അങ്ങനെ ദൈവം അനുവദിച്ച ഡിലേ ഇൻ ദ ഫുഡ്, ലഞ്ചിന്, അത് അവൻ കിടന്ന് ഉറങ്ങി റെസ്റ്റ് എടുക്കുമ്പോൾ ഒരു വലിയ ദർശനം, സ്വർഗത്തിൽ നിന്ന് ഒരു വലിയ കൊട്ട ഇറങ്ങി വന്നു. അതിനകത്ത് എല്ലാ തരത്തിലുള്ള മൃഗങ്ങളുണ്ടായിരുന്നു. ഒരു ശബ്ദം കേട്ടു, പത്രോസേ, നീ ആ വിശപ്പോടുകൂടെ കിടക്കല്ലേ, അർത്ഥം ഭക്ഷിച്ച് തിന്നാൻ. അപ്പൊ അവന് വിളിച്ചു പറഞ്ഞു, ഇല്ല കർത്താവേ, അശുദ്ധമായതിനെ ഒന്നും ഞാൻ തിന്നിട്ടുമില്ല, തിന്നത്തുമില്ല. എവിടെയാണ് അശുദ്ധമായിട്ടുള്ളത്? പഴയ നിയമത്തിൽ മുഴുവനും പറഞ്ഞിരിക്കുന്നത് അശുദ്ധമായിട്ടുള്ളതിനെ ഒന്നും തിന്നരുതെന്നാണ്. അപ്പൊ ഒരു ശബ്ദം കേട്ടു. It was a great cutting of his ignorance. വളർത്തിയെടുക്കുന്ന ഒരറിവ്, അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരറിവ് അവൻ വളർത്തിയെടുക്കാൻ ഫെയിലായി. എന്നതാണെന്നറിയുമോ? എന്നാ ഞാൻ വിശുദ്ധീകരിച്ചതിനെ അശുദ്ധി ഉള്ളതെന്ന് പറയുന്നത് എങ്ങനെ? പത്രോസേ, നീ നോക്കണം, നീ പ്രസംഗിക്കുന്ന യേശു ദൈവമായിരിക്കെ കടന്നു വന്ന് തന്റെ ജീവൻ മുഴുവനും കൊടുത്തത് അശുദ്ധമായതിനെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടിയാണ്, നിന്റെ കാഴ്ചപ്രകാരമല്ല. അപ്പം ഓൾഡ് ടെസ്റ്റമെന്റിലുള്ള അറിവിൽ മാത്രം ഒതുങ്ങി നിന്ന് അത് വളർത്തിയെടുക്കുവാൻ തക്കവണ്ണം ശ്രമിക്കാതിരുന്ന നിന്റെ ഇമ്മച്യൂരിറ്റി, അത് കറക്റ്റ് ചെയ്യപ്പെടുവാൻ പ്രാർത്ഥിക്കുകയും വേണ്ടുന്ന എല്ലാവിധമായിട്ടുള്ള അറ്റ്മോസ്ഫിയറും പോസിറ്റീവായിട്ട് പ്രൊവൈഡ് ചെയ്ത ഒരു ശീമോനെ നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിച്ചപ്പോൾ പഴയ നിയമത്തിൽ തന്നെ നിൽക്കുകയായിരുന്നുവെങ്കിൽ ശീമോൻ ഒരിക്കലും തോൽ ബിസിനസ് ചെയ്യാൻ പറ്റുന്നില്ല. ചത്തതിനെ തൊട്ടാൽ 7 ദിവസം ഐസൊലേറ്റഡ് ആവണം. അത് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കൈക്കെല്ലാം മുഖത്തെല്ലാം മാസ്കും, കൈക്കെല്ലാം ഗ്ലൗസും ഇതൊക്കെ ഇട്ട് ചെയ്താൽ പോലും അശുദ്ധമാണ്. പഴയ നിയമത്തിലെ പഠിച്ചാൽ അങ്ങനെയുള്ള ഒരു അശുദ്ധിയില് തന്റെ അറിവ് കെട്ടിയിടുന്നതിനും പകരം അശുദ്ധിയുള്ളതിനെ ശുദ്ധീകരിക്കുവാൻ കാൽവറി ക്രൂസിൽ ജീവൻ കൊടുത്ത് സകല മാനവജാതിക്കും വേണ്ടി ജീവൻ കൊടുത്ത ഉന്നതനായ ദൈവത്തിന്റെ രക്ഷയെ കണ്ട് മനസ്സിലാക്കിയപ്പോൾ അശുദ്ധി ഇങ്ങനെയുള്ളതിലല്ല, അശുദ്ധി ജീവിതത്തിൽ ദൈവഹിതം ചെയ്യാതിരിക്കുന്നത് അശുദ്ധി. ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കാതിരിക്കുന്നത് അശുദ്ധി. ദൈവത്തിന്റെ ഉന്നതകരമായ മനസ്സ്, ദൈവത്തിന്റെ ഹൃദയ തുടിപ്പുകൾ ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ഒരു സമർപ്പണം ഇല്ലാതിരിക്കുന്നത് അശുദ്ധി. അപ്പം കുടുംബമായിട്ട് ഇവര് തോൽ ബിസിനസ് ലാഭകരമായിട്ട് കണ്ടതുകൊണ്ട് അവർ എന്നെ ചെയ്തു, ആ ബിസിനസ് ദൈവം ശുദ്ധീകരിച്ചതിനെ ആ പറയും അശുദ്ധിയാണ്. ഈ ദർശനം, ഈ അറിവ്, ഈ വളർച്ച
ഇല്ലാതിരുന്ന പത്രോസിന് ഒരു വിശാല മനസ്ഥിതിയിലേക്ക്, തിയോളജിക്കൽ മിഷണറി പ്രവർത്തനത്തിന് വേണ്ടി ഒരു വിശാലതയിലേക്ക് കൊണ്ടുവന്നത് ശീമോനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിശയോക്തിയൊന്നുമല്ല. ശൗലിനെ കൊണ്ടുവന്നത് യൂദാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയൊന്നുമല്ല. ദൈവമാന്റെ പിന്നിൽ പ്രവർത്തിച്ചത്, ദൈവം ഉപയോഗിച്ചത് ഇവരെയാണ്. അങ്ങനെ വരുമ്പോഴാണ് 10-ാം അധ്യായത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുതം, ഒരു സദാധിപൻ, ഹലോ, എത്ര നേരവും പ്രാർത്ഥിക്കും. അവന്റെ ഉദ്യോഗത്തിന് റെസ്പോൺസിബിലിറ്റി ഇപ്പൊ ആണെങ്കിൽ IT ഫീൽഡിലുള്ളവരെല്ലാം വീട്ടിലിരുന്ന് ചെയ്യാവുന്ന, അപ്പൊ അവർക്ക് പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്താൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിശ്ചയിക്കണം. ഈ ശതാധിപനും അവനോട് കൂടെ ഉണ്ടായിരുന്നവരെയും വെച്ച് അവൻ പ്രാർത്ഥന ലീഡ് ചെയ്തിരുന്നു. അവന്റെ ഗുണം എന്നാന്ന് ചോദിച്ചാൽ 10-ാമത്തെ അധ്യായത്തിൽ അവൻ കൊർന്നേലിയോസ് എന്ന സദാധിപൻ, അവൻ ഭക്തനായിരുന്നു. ആരാ എഴുതിയെന്ന് അറിയാമോ? പരിശുദ്ധാത്മാവിനാൽ കൺട്രോളിൽ നിയന്ത്രിക്കപ്പെട്ട് ലൂക്കോസ് ദൈവത്തിന്റെ വചനം എഴുതിയത. ഇങ്ങനെ സദാധിപൻ അവൻ ഭക്തനായിരുന്നു. തന്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായിരുന്നു. യഹൂദനായിരുന്നോ യവനായിരുന്നോ? അങ്ങനെയെങ്കിൽ ദൈവത്തെ ഭയപ്പെടുന്ന ഇഷ്ടം പോലെ കുടുംബങ്ങൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. പത്രോസേ, നീ ഇമ്മച്ചുറയെന്നാൽ ഇവരെ ശരിയായിട്ടുള്ള രക്ഷയിലേക്ക് നടത്തുവാൻ നിനക്ക് സാധ്യമല്ല. അതുകൊണ്ട് നീ നിന്റെ ഇടുങ്ങിയ മനസ്ഥിതി, സുവിശേഷ പ്രവർത്തന രീതി, കാഴ്ചപ്പാട്, ഇവിടെയൊക്കെയും നിനക്ക് ഒരു വളർച്ച ഉണ്ടാകണം. ഭക്തിയുള്ള സകല ജനങ്ങളും, പ്രാർത്ഥിക്കുന്ന സകല ജനങ്ങളും പോസിറ്റീവായിട്ടുള്ള വിളഞ്ഞു കിടക്കുന്ന ഫീൽഡാണ് എന്ന്, കൊയ്ത്തിന് വേണ്ടി വിളഞ്ഞു കിടക്കുന്ന ഫീൽഡാണ് എന്ന് കാണുവാൻ തക്കവണ്ണം യേശു വിളിച്ചു പറഞ്ഞു, നിന്റെ കണ്ണുകൾ ഉയരത്തിലേക്ക് ഉയർത്തുക. ഉയരത്തിലേക്ക് ഉയർത്തുമ്പോൾ, ഹലോ, റിസൾട്ട് പാരഡോക്സ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നിലം കൊയ്ത്തിനായി വിളിഞ്ഞിരിക്കുന്നത് നിങ്ങൾ കാണും. ഹലോ, ഉയരത്തിലേക്ക് ഉയർത്തിരുന്നാൽ താഴെയുള്ളത് കാണുന്ന ആരെങ്കിലും പറയണം. ശരിയായിട്ട് ഉയരത്തിലേക്ക് മാത്രം കണ്ണുകളെ എടുത്താൽ, അപ്പം ഉയരത്തിലേക്ക് എടുക്കുമ്പോൾ താഴെയുള്ളതിനെ വെളിപ്പെടുത്തുന്ന ഒരു വലിയ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കണ്ണുകളെ ഉയർത്തുന്നത്. അതുകൊണ്ട് ദൈവം തന്റെ കണ്ണുകൾ കൊണ്ട് നമുക്ക് താഴെയുള്ളതിനെ ദൈവഹിത പ്രകാരം ദൈവത്തിന്റെ ഹൃദയ തുടിപ്പുകള് നിലത്തുള്ള വിളഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കാണിച്ചു തരും. ഇത് ഇവാഞ്ചലിസത്തിന് ഏറ്റവും ഉന്നതകരമായ ഒരു രഹസ്യമാണ്. അപ്പൊ പ്രാർത്ഥിക്കണം ഉയരത്തിലേക്ക് നോക്കി. അതിന് പത്രോസേ, നീ വളർച്ചയില്ലാതെ, ദർശനമില്ലാതെ നിലയിലേക്ക് പോകുവാൻ തക്കവണ്ണം നീ നിന്റെ പ്രാർത്ഥനയെ ചുരുക്കരുത്. You should not narrow down. The vision to be captured as God's vision, getting realized in our own heart. അതുകൊണ്ട് എല്ലാ തലങ്ങളിലും, അപ്പം
പ്രാർത്ഥിച്ച ഒരു പത്രോസ് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം മുഖാന്തരത്തെ ഒരുക്കി കൊടുത്ത ഒരു ശിമിയോനും കുടുംബവും. ഭക്തിയോടെ പ്രാർത്ഥിച്ച കൊർന്നല്യോസിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത വേറൊരു ദർശനം. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർക്ക് ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ അങ്ങനെ വെളിപ്പെടുത്തി കൊടുക്കുന്ന പ്രിയപ്പെട്ടവരായി നമുക്ക് മാറുവാൻ തക്കവണ്ണം നമ്മുടെ പ്രാർത്ഥനയും സമർപ്പണവും വളർത്തിയെടുക്കുന്നു എങ്കിൽ ഹലോ evangelism is going to be easier. ദൈവം അവനോട് ഒരു നോൺ ക്രിസ്ത്യൻ, ഒരു ഹൈന്ദവൻ, എന്നാൽ അവന് ദൈവത്തെ ഭയമുണ്ട്, പ്രാർത്ഥിക്കുന്നവനോ അവന് വേറെ നിലമുണ്ട്. താഴേക്ക് വായിക്കുമ്പോൾ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തു എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചു പോന്നു. അവൻ പകൽ ഏകദേശം 9 മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ എന്റെ അടുക്കൽ വരുന്നത് കണ്ടു. എന്നിട്ട് ദൈവദൂതൻ പറഞ്ഞു, യോപ്പയിലേക്ക് ആളെ അയക്കണം, അവിടെ പത്രോസ് എന്ന എന്റെ ദാസനുണ്ട്, അവനെ കൂട്ടിക്കൊണ്ടുവരണം. നീ ചെയ്യേണ്ടത് അവൻ മുഖാന്തരമായി ഞാൻ നിന്നോട് സംസാരിക്കും. അവിടെ 2 കാര്യങ്ങൾ നടന്നു. കൊർന്നല്യോസിന് ഈ ദർശനം കൊടുത്ത ഉടനെ തന്നെ പത്രോസിനും ദൈവം ദർശനം കൊടുത്തു. രണ്ടുപേർക്കും ആ ദർശനം റിയലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പത്രോസിനെ അന്വേഷിച്ചുകൊണ്ട് വന്ന പ്രിയപ്പെട്ടവർ കടന്നു വന്നപ്പോൾ ദൈവാത്മാവ് പത്രോസിനോട് പറഞ്ഞു, ഇതാ നിന്നെ അന്വേഷിച്ച, അവർ ഒന്നും സംശയിക്കേണ്ട, അവരോട് പോയിക്കോളാൻ. അപ്പൊ പത്രോസിന്റെ പ്രാർത്ഥന എന്തായിരുന്നു? കൊർന്നല്യോസിന്റെ പ്രാർത്ഥന എന്തായിരുന്നു? ശിമയോന്റെ പ്രാർത്ഥന എന്തായിരുന്നു? യൂദായുടെ പ്രാർത്ഥന എന്തായിരുന്നു? സ്തെഫാനോസിന്റെ പ്രാർത്ഥന എന്തായിരുന്നു? പത്രോസിന്റെ യോഹന്നാന്റെ പ്രാർത്ഥന എന്തായിരുന്നു? എല്ലാ പ്രാർത്ഥനയും ഒന്ന് വിശകലനം ചെയ്തിട്ട് അടിസ്ഥാനപരമായിട്ടുള്ള പ്രാർത്ഥിക്കുവാൻ അവർക്കുണ്ടായിരുന്ന യോഗ്യത, the qualification for prayer എന്തൊക്കെയായിരുന്നു എന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. ഈ ലോക്ക്ഡൌൺ സമയത്ത് ഇതൊക്കെ കണ്ടുപിടിച്ച് ദൈവസന്നിധിയിൽ ഒരു അറിവിൽ വളരുകയും by the time the lockdown is getting over, you will be more powerful, more caring, more concerned, more confident, more daring in the field of the work of the Lord. ദൈവം നമ്മെ എല്ലാവരെയും നമുക്ക് എഴുന്നേറ്റ് നിന്ന് കേൾക്കപ്പെട്ട വചനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മെ കരുതുന്നവൻ, നമ്മെ കാക്കുന്നവൻ ശക്തനാണ്. We don't need to worry. നമ്മുടെ ദൈവം സർവശക്തനാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട് എന്ന് അരുളി ചെയ്തവൻ. ദൈവഹിതം ഏറ്റെടുക്കുവാനും ദൈവവചനപ്രകാരം വളരുവാനും വളർച്ച അനുസരിച്ച് മറ്റുള്ളവരായിട്ട് ബിഹേവ് ചെയ്യുവാനും ജ്ഞാനത്തോടു കൂടി പെരുമാറുവാനും തക്കവണ്ണം സമർപ്പിച്ചു നല്ല കാര്യങ്ങളെ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് നല്ല കാര്യങ്ങളെ ഭക്തിയുള്ളവരായി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രിയപ്പെട്ടവരെ അധികം സത്യത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുവാൻ തക്കവണ്ണം ഉപയോഗിക്കുന്ന സഭയുടെ ഭാഗമായി നമുക്ക് ഓരോരുത്തർക്കും മാറ്റപ്പെടാം. അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതുപോലെ നോഹയുടെ കുടുംബം, ഈ ആഴ്ച ചിന്തിച്ച എല്ലാ കുടുംബങ്ങളും
അതോട് ചേർന്ന് നമ്മളുടെ സഭയിലുള്ള എല്ലാ കുടുംബങ്ങളും കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കണം. എല്ലാ കുടുംബങ്ങളും അറിവിൽ വളർന്ന്, സത്യത്തിൽ വളർന്ന്, ദൈവത്തിന്റെ ഉന്നതകരമായ ദർശനം ഏറ്റെടുത്തുകൊണ്ട്, ദൈവത്തിന്റെ ഹൃദയത്തിന്റെ തുടിപ്പുകൾ ഏറ്റെടുത്തുകൊണ്ട് ചർച്ചായിട്ട് ഈ ദിവസങ്ങളിൽ ഭാരതത്തിൽ ദൈവത്തിന്റെ സുവിശേഷം സ്നേഹത്തില് വിതറുകയും അവരെ കൊയ്തെടുക്കുകയും ചെയ്യുവാൻ നാം ശക്തിയുള്ളവരായി മുന്നോട്ട് പോകണം. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് കൊണ്ട് ഈ അനുഗ്രഹിക്കപ്പെട്ട ലോക്ക്ഡൌൺ ദിനങ്ങളിൽ ഇനി 2 ആഴ്ച ചിലപ്പോൾ ഒരുപക്ഷെ കൂടുകയും ചെയ്യും. നമ്മൾ വീണ്ടുന്ന ഹംബിളായി. പത്രോസേ, നീ ഒരിക്കലും ഹംബിളായിരുന്നില്ല, എന്നാൽ ഇതോടുകൂടെ ഹംബിളായി തീർന്നുവല്ലോ. പൗലോസേ, നീയും ഇതോടുകൂടെ വ്യക്തമായി മാറ്റമുണ്ടായല്ലോ. അങ്ങനെ എല്ലാ പ്രിയപ്പെട്ടവരും ഓരോരുത്തരായി നേർവീതിയിൽ താമസിക്കുന്ന സകല പ്രിയപ്പെട്ടവരും അധ്വാനിച്ച് ഒത്തിരി അധ്വാനിച്ച് തങ്ങളുടെ ജീവിതത്തെ ആഹാരത്തിന് വേണ്ടി അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്തുവാനും മറ്റുള്ളവരെ സുവിശേഷ വേലയിൽ ശക്തന്മാരാക്കുവാനും ഉപയോഗിക്കപ്പെടുന്ന രീതിയിൽ കഠിനാധ്വാനം ചെയ്യുന്ന ശിമിയോനെ പോലെ ഹല്ലേലൂയ, നമുക്കൊരു നല്ല മാറ്റം വേണ്ടേ? ദൈവത്തെ കൂടുതലായിട്ട് അറിയുവാൻ ദൈവം തന്ന ഈ അവസരം പ്രയോജനപ്പെടുത്തുവാൻ തക്കവണ്ണം നമ്മളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നോക്കിക്കൊള്ളൂ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കരുതുന്നവൻ ഞാനല്ലയോ, കരുതുന്നതിനു നീ? കണ്ണുനീരിന്റെ വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ചുരുക്കം ചില വാക്കുകളിൽ ഒരാൾ പ്രാർത്ഥിച്ചു. ചിന്താഗതികളിൽ ദൈവവചനത്തോട് അനുരൂപരായി ജീവിക്കുന്നവരായി ചെയ്യുവാനും കർത്താവേ അവിടുത്തെ വചനത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കാനും ഞങ്ങൾ കൃപ തരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയാൽ ചട്ടത്തിന് ബോധപ്പെടുത്താൻ സംസാരിക്കുന്ന ദാസനെ ബലപ്പെടുത്തിയാണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും ശക്തീകരിച്ചാണ്ട് സഭയായി മുഴുവനായി ഞങ്ങൾ ഓരോരുത്തരെ ബലപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളോട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ തുല്യ സമാധാനം, യേശുവിൽ ദൈവത്താൽ കൊടുക്കപ്പെട്ട ദൈവത്തിന്റെ അതുല്യ കൃപകളും, പരിശുദ്ധാത്മാവിൽ ദൈവത്താൽ കൊടുക്കപ്പെട്ട ദൈവത്തിന്റെ അതുല്യ സാന്നിധ്യവും സഹവാസവും കാവലും പരിപാലനവും നമ്മോട് എല്ലാവരോടും കൂടെ ഇന്നു മുതൽ എന്നേക്കും യേശുവിന്റെ 2ാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഞാൻ ആത്മാവേ കർത്തരെ സ്തോത്രി, ഞാൻ മുഴുവനുള്ളമേ പരിശുദ്ധ നാമത്തെ സ്തോത്രി. ഞാൻ ആത്മാവേ കർത്തരെ സ്തോത്രി, കർത്തർ ചെയ്ത സകല ഉപകാരങ്ങളും മറവാതെ. ആമേൻ. And God bless you and have a great week.